വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയമുളത്ത്. സാധാരണ ഉപാസന ചെയ്തു വന്നിട്ടുള്ള വ്യക്തികൾ ഇപ്പം അടുത്ത കാലത്ത് ഇങ്ങനെ ഉപാസന ചെയ്തിട്ടുള്ളതുമാണ്, അല്ലെങ്കിൽ പുരാതനമായിട്ട് ഗുരുക്കന്മാർ ഉപാസന ചെയ്തു കൊണ്ടുവന്നിരുന്നതോ ആയ കരികുട്ടിയെ വളരെ ഭംഗിയായിട്ട് തന്നെ പല കുടുംബങ്ങളിൽ കുടിയിരുത്തിയിട്ടുണ്ടാകാം. അത് ചിലർ ക്ഷേത്രം ഉണ്ടായിരിക്കും, ചിലർ തറകളായിരിക്കും, ചിലർക്ക് തറകൾ ഉണ്ടായിരിക്കില്ല. അതൊരു സങ്കല്പം മാത്രമേ ഉണ്ടാവുള്ളൂ. പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മരത്തിന്റെ കടക്കിൽ ഒരു വെട്ടലിന്റെ മീതെ ഏതെങ്കിലും ചെറിയ കഷ്ണം വെച്ചിട്ട് കരികുട്ടിയാണിത് എന്നുള്ള സങ്കല്പത്തോട് കൂടിയിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്തിരുന്നു. ആ കാലഘട്ടമൊക്കെ മാറി ഇപ്പോൾ വളരെയധികം ഓരോ കുടുംബങ്ങളിലും ദുരിതങ്ങളായപ്പോൾ എന്തുകൊണ്ടാണ് ദുരിതങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് വരാൻ കാരണമെന്ന് വ്യക്തമായിട്ട് താമര പ്രശ്നം പോലുള്ള ആ പ്രശ്നങ്ങളെ കൊണ്ട് ചിന്തിച്ചു നോക്കുമ്പോൾ പൂർവികരായിട്ട് ആചരിച്ചു കൊണ്ടിരുന്ന മണ്ണും ഭൂമി ഇതല്ല, ഒന്നുകിൽ അത് വേറെ ഇടത്തിലാ, ഇത് വാറ്റാൻ്റെ ഒരു മണ്ണും ഭൂമിയാണ്. അപ്പോൾ അത് ഈ സ്ഥലത്ത് മറ്റുള്ളവരുടേതായ ദൈവങ്ങൾ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ട് അവിടെ കല്ലും കരിക്കലും വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവർ പോയിട്ടില്ല, നമ്മുടെ അവിടെ ഇരുന്നിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ദൈവങ്ങൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ദൈവങ്ങളാണ് അതിൽ നമ്മൾ കൊടുക്കുന്ന കർമ്മങ്ങൾ കൈക്കൊള്ളുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒന്നുകിൽ അവരെ നീക്കം ചെയ്തിട്ട് നമ്മൾ അതിനെ കൃത്യമാക്കുന്നു പറയും, അല്ലെങ്കിൽ നമ്മൾ ആചരിച്ചു കൊണ്ടുവന്നിരുന്ന ആ കരികുട്ടീനെ അതിൻ്റെ കൃത്യതയോടുകൂടി പരിപാലനത്തോടു കൂടി അതിനെ ആചരിക്കണില്ല. മറ്റ് ദുരിതങ്ങളുണ്ട്, സർപ്പദോഷങ്ങളുണ്ട്, പ്രേത ദുരിതങ്ങളുണ്ട്, ശത്രുദോഷങ്ങളുണ്ട്. ഈ ശത്രുദോഷങ്ങളും കാരണം കരികുട്ടീനെ കുടിവെച്ചിട്ടുള്ളതും അദ്ദേഹം ഒന്നുകിൽ സ്ഥാനം റെഡിയല്ല എന്ന് പറഞ്ഞാൽ അത് ഒന്നുകിൽ വല്ല ദേവിമാരുടെ അടുത്തോ അല്ലെങ്കിൽ ഉത്തമകർമ്മം സ്വീകരിക്കുന്ന ദേവിയുടെ അടുത്തോ അല്ലെങ്കിൽ മറ്റ് അങ്ങനെ ഗണപതി അടുത്തോ ഹനുമാന്റെ അടുത്തൊക്കെയോ ചിലപ്പോൾ കൊണ്ടുവച്ചിട്ടുണ്ടാവുക, അറിയാതായിരിക്കും. അപ്പോൾ അതൊക്കെ വരുമ്പോൾ ദുരിതങ്ങൾ ഉണ്ടാക്കുക. എന്ത് ചെയ്താലും അവിടെ നാശങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് അതിനെ നോക്കിയറിഞ്ഞ് ആ കരികുട്ടീനൊക്കെ വെച്ച് ആചരിക്കുന്നതാണെങ്കിൽ അദ്ദേഹത്തിനെ വെറുതെ അങ്ങനെ കുടിയിരുത്തി വെറുതെ വിളക്ക് വെച്ച പോരാ, എല്ലാ ദിവസങ്ങളും വിളക്ക് വെച്ച് വാർഷികമായിട്ട് ചിലപ്പോൾ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അതിൽ കൂടി ഒന്നും കൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇങ്ങനെ നിത്യം വിളക്ക് എന്നുള്ളതല്ല, അതിലുപരി അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ കള്ളും ഗുരുതിയും കർമ്മം, അതോടുകൂടി കോഴീനറുത്തിട്ടുള്ള ചോരയും കൂടി അദ്ദേഹത്തിന് ആവശ്യമാണ്. ശക്തയ പൂജ അല്ലെങ്കിൽ ശക്തി പൂജ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ അതൊരു മാസത്തിലൊരിക്കലും ശരി, അമാവാസി നാളിലായാലും ശരി, അത് വേണ്ടതാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഭാഗമില്ല എന്നുണ്ട് വെച്ചെങ്കിൽ 6 മാസം കൂടുമ്പോഴോ ഇനി അതിന് നിവൃത്തിയിലാക്കി ഒരു വർഷത്തിലെങ്ങനെയും ഒരു കോഴീനെ അദ്ദേഹത്തിന് കൊടുക്കേണ്ടതാണ്. അപ്പം ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഭക്ഷണമാണ് അത്. നമ്മളെന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഇല്ലാത്തത് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ചെയ്യേണ്ടത് അവർക്ക് ചെയ്യുക. അത് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ദുരിതങ്ങൾ മാറും. അവരുടേതായ അനുഗ്രഹങ്ങൾ ശ്രേയസ്സൊക്കെ ഉണ്ടാകുമ്പോൾ അത് വീട്ടുകാർക്കും അനുഗ്രഹമായിട്ട് വരും. കോഴീനെ കൊല്ലുക എന്ന് പറഞ്ഞിട്ടുള്ളതായ അത്ര വലിയൊരു മോശപ്പെട്ടൊരു കാര്യമില്ല. എന്നാൽ എല്ലാവരോടും, കാരണം ഈ മൃഗബലിയൊക്കെ നിർത്തിയിട്ടുള്ള നിരോധിച്ചിട്ടുള്ളതാണ് കേരളത്തിൽ. എങ്കിലും ദൈവങ്ങൾക്ക് കൊടുക്കാനായിട്ടുള്ള കാര്യത്തിന് യാതൊരു തെറ്റുമില്ല, അതിനെ മാത്രമേ അത് ഉപയോഗിക്കാവൂ. അപ്പോൾ അതങ്ങനെ ഈ കരികുട്ടിക്ക് ഇരുത്തിയിട്ട് വെറുതെ ഈ അവലും പഴം അതേപോലെ തന്നെ പാലും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല. ഇനിയിപ്പോൾ അതിൽ കൊടുത്തുകൊണ്ട് തെറ്റുമില്ല, എങ്കിലും ഈ കൃത്യമായിട്ടുള്ളതായ ഈ മധ്യമകർമ്മം അദ്ദേഹത്തിന് അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. കള്ള്, ഗുരുതി, അതേപോലെ തന്നെ ബ്രാൻഡി, പിന്നെ കോഴി, അതൊക്കെ കോഴീനെ കറുത്തിട്ട് അതിൻ്റെ രക്തമൊക്കെ നിവേദിച്ചിട്ട് അത് സമർപ്പിച്ചതിന് ശേഷം ആ കോഴീനെ തന്നെ കയറി പാകം ചെയ്തിട്ട് ചിലവർ പച്ചിറച്ചി തവിടിൽ പരട്ടിയിട്ട് നിവേദിക്കും. ഇനിയിപ്പോൾ അതിൻ്റെ അച്ചിങ്കിൽ കറിയായി വെച്ചിട്ട് അത് ഒരു 5 നറുക്കിൽ 5 അടിക്ക് അല്ലെങ്കിൽ 5 നറുക്കിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ 8 നറുക്കിലോ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ തവിടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതും അദ്ദേഹത്തിന് സമർപ്പിക്കുക. അപ്പോൾ സന്തോഷത്തോടു കൂടി അദ്ദേഹം കൈക്കൊള്ളും. അങ്ങനെ കൈക്കൊള്ളും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിശപ്പാണ് മാറുന്നത്. കാരണം നമ്മൾ ഇഷ്ടമില്ലാത്തവർക്ക് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പം അവർ ഉപയോഗിക്കുന്ന അവർക്ക് ഉചിതമായിട്ടുള്ള എന്താണോ ചെയ്യുന്നത് അതിൽ അവർ വളരെയധികം സന്തോഷമാകും. ആ കൊടുക്കുന്ന ആളിനെ ആ കുടുംബത്തിന് വളരെയധികം അവർ അനുഗ്രഹിക്കും. അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.